ആലപ്പുഴ ബൈപ്പാസ്. പക്ഷെ കേസ് വേണുഗോപാൽ അവിടെ MP ആയിരുന്നു. 41 വർഷമാണ് അവിടെ കിടന്നത്. അവസാനം അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഇപ്പൊ സൗകര്യപ്രദമല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി പറയും ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും സൗകര്യമേ അല്ല എന്ന് പറയും. ഇനി 2 വരി പാത 40 വർഷം കൊണ്ട് ചെയ്തെങ്കിൽ അത് 4 വരിയും 6 വരി പാതയും ആവുന്നതിന് 1.5 വർഷം കൊണ്ടാണ് ഇപ്പൊ സാധ്യമാവുന്നത്. ദാറ്റ് ഈസ് ഗവർണൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഒരു വികസനത്തിന്റെ കാലഘട്ടം എടുത്താൽ നമ്മൾ രാഷ്ട്രീയം മറന്ന് അവലോകനം നടത്തി നമുക്ക് വിലയിരുത്താനും അതിന് നമുക്ക് ഒരു കയ്യടി കൊടുക്കാനും മനസ്സുണ്ടാവണം. എന്നാലേ രാജ്യസ്നേഹം, മണ്ണിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടെന്ന് നമുക്ക് തെളിവ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള പിന്തുണയും എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ മറന്നേക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും അതങ്ങ് വിട്ടേക്കണം. ഞാൻ ആ രാഷ്ട്രീയത്തിലൂടെ നേടി വന്ന ഒരു പവർ വെച്ച് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് മാറ്റം എന്ന നിലയ്ക്ക് എന്താണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെയാണ് സാധ്യമാകുന്നത്, അത് നമുക്ക് ഹൃദ്യമായിട്ട് തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കാനും നമുക്കത് അംഗീകരിക്കാനും സാധിക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഭാരതത്തിന് ഇന്ന് അത്യാവശ്യം വേണ്ടുന്ന ഒരു മൈൻഡ് സെറ്റ്. അത് തന്നെയാണ്. ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ച വിഷയങ്ങളെക്കുറിച്ചാണോ സംസാരിച്ചതെന്ന് എനിക്ക് അത്ര നിശ്ചയമേ ഇല്ല. എങ്കിലും ഒരുപക്ഷെ ഇറ്റലിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ നല്ല അംശം കേരളത്തിലേക്ക് അയക്കുന്ന ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരന്മാരും പൗരകളും എന്ന നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് തോന്നിയതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. ഏതായാലും ഒരുപാട് സന്തോഷം. ഇതുപോലെ തന്നെ രാജ്യസഭ MP ആയി 2016 വന്ന് 2017 നവംബറിൽ സിറോഷ് എന്നെ വിയന്നയിലും കൊണ്ടുപോയി WMFൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതാണ്. ഒരുപാട് സന്തോഷം സ്വീകരണം തന്നതിന്. നാളെയും മറ്റന്നാളും ഇവിടെ പല പ്രദേശങ്ങളിലുമായിട്ടുണ്ടാവും. ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പുമായിട്ടുമൊക്കെ ചർച്ചകൾ വെച്ചിട്ടുണ്ട്. G7 സമ്മിറ്റ് കഴിഞ്ഞ് കേരളമടക്കമുള്ള ഭാരതത്തിൻ്റെ ടൂറിസത്തിനും ഇറ്റലിയുടെയും G7 രാജ്യങ്ങളുടെയും ഒക്കെ വലിയ പാർട്ടിസിപ്പേഷനോടുകൂടി നമുക്ക് ഇന്ത്യ ടൂറിസം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരുപാട് പങ്കാളിത്തത്തോടുകൂടി നമുക്കൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ചില എൻഹാൻസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ രംഗത്ത്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കണേ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന ബലം വേണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കൊണ്ടാണ് ജയിച്ചത്. അല്ലാതെ ഇതിനകത്ത് എൻ്റെ ജയത്തിൽ രാഷ്ട്രീയമില്ല, എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്കൊരു വോട്ട് തരാൻ പ്രാപ്തിയില്ലാത്ത ആൾക്കാർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലോകം മുഴുവൻ ജയിക്കണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ജയിച്ചത്. തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കില്ല. അതിൻ്റെ ഒരു ഞാൻ തന്നെ സിനിമയിൽ പറയുന്ന ഡയലോഗാണല്ലേ, സ്മരണ വേണം, സ്മരണ ഉണ്ടാവും. ഏതായാലും ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇനിയും വലിയ ചുമതലകളുമായി വീണ്ടും ഈ പ്രദേശത്തൊക്കെ വരാൻ സാധിക്കട്ടെ. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓർക്കുക, കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വന്നാൽ വിളിക്കാം. ഒരു കണക്ടറായിട്ട് ഇനി രാഹുൽ ഗാന്ധിയുടെ കൂടെ അങ്ങ് സ്ഥിരമായിട്ട് ഓടിപ്പോകാതിരിക്കുകയാണെങ്കിൽ സിറോഷിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ സന്തോഷം. നന്ദി, നമസ്കാരം.